പരീക്ഷയെക്കുറിച്ചോർത്ത് എപ്പോഴെങ്കിലും നെഞ്ചിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് കയറുമ്പോൾ മനസ്സിലൊരു പേടി തോന്നാറില്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഭയത്തെ പല രൂപത്തിലും നേരിട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഈ ഭയം ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണെങ്കിലോ? അങ്ങനെയെങ്കിൽ ഒരു പുരാതന യോഗിയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഭയത്തെ എങ്ങനെ ജയിക്കാമെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മളെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ഈ ഭയം, അത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണെങ്കിലോ? ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. ഇത് ഭയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണ്. അപ്പോ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണെന്നല്ലേ? 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖനായ ഒരു ആത്മീയ ഗുരുവാണ് സ്വാമി ശിവാനന്ദൻ. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായൊരു കാര്യമാണ്. ഭയമെന്നത് പുറത്തുനിന്നുള്ള ഒരു ശത്രുവല്ല, മറിച്ചത് നമ്മുടെ ഉള്ളിൽ തന്നെ തുടങ്ങുന്നൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഇതൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് കടക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഭയം എന്ന ഈ സാർവത്രിക ശത്രുവിനെ നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഒരു യോഗി ഭയത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കും. അതിനുശേഷം ഭയത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തും. പിന്നെ ഭയമില്ലാതാക്കാനുള്ള 4 വഴികൾ. അവസാനം നമ്മുടെ ഭയരഹിതമായ യഥാർത്ഥ സ്വത്വത്തിലേക്ക് എങ്ങനെ എത്താമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ ആദ്യം തന്നെ ഒരു യോഗിയുടെ കാഴ്ചപ്പാടിൽ ഭയം എന്താണെന്ന് നോക്കാം. അതിന്റെ പല മുഖങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം ഭയത്തെ കീഴടക്കുന്നതിന് മുൻപ് അതിനെ ശരിക്കും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ഭയവും ഒരുപോലെയല്ല. സ്വാമി ശിവാനന്ദൻ പറയുന്നതനുസരിച്ച് എല്ലാ ഭയവും നമ്മുടെ ശത്രുവല്ല. ചില ഭയങ്ങൾ നല്ലതാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനെയാണ് യുക്തിപരമായ ഭയം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ട്രെയിൻ ഡ്രൈവർക്ക് അപകടം പറ്റുമോ എന്നൊരു ചെറിയ പേടിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ജാഗ്രതയോടെ ഓടിക്കുന്നത്. അത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നു. എന്നാൽ അതേസമയം നമ്മളെ തളർത്തുന്ന ഭൂരിഭാഗം ഭയങ്ങളും അത് സാങ്കല്പികമാണ്. അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. സ്റ്റേജ് പേടി പോലെയൊക്കെ. അപ്പോ എത്രത്തോളം ഭയങ്ങളാണ് ഈ സാങ്കല്പിക ഗണത്തിൽ വരുന്നത് എന്നല്ലേ? ഇവിടെയാണ് ആ ഞെട്ടിക്കുന്ന കണക്ക് വരുന്നത്. ഏകദേശം 90%. അതെ, 90%. ഒന്നോർത്തു നോക്കൂ, നമ്മളെ അലട്ടുന്ന 10-ൽ 9 പേടികളും നമ്മുടെ മനസ്സിൽ മാത്രമുണ്ടാകുന്നവയാണ്. അവയ്ക്ക് യാഥാർത്ഥ്യത്തിൽ ഒരു അടിസ്ഥാനവുമില്ല. ഈ സാങ്കല്പിക ഭയം കുറച്ചുകൂടി ഒരു നിയന്ത്രണവുമില്ലാതെ വരുമ്പോഴാണ് അത് ഫോബിയായി മാറുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, അടച്ചിട്ട മുറികളോടുള്ള പേടിയായ ക്ലോസ്ട്രോഫോബിയ, അല്ലെങ്കിൽ തുറന്ന സ്ഥലങ്ങളോടുള്ള പേടി. ചിലപ്പോൾ എല്ലാത്തിനോടും ഒരു കാരണവുമില്ലാതെ തോന്നുന്ന ഭയം, സ്റ്റേജ് പേടിയും പരീക്ഷാ പേടിയും ഒക്കെ ഇതിന്റെ ചെറിയ രൂപങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്ന ഒരു യുക്തിയുമില്ലാത്ത ഭയങ്ങളായി ഇവ മാറും. സ്വാമി ശിവാനന്ദന്റെ തന്നെ ഒരു വാചകമുണ്ട്: ഒരു ഭീരു യഥാർത്ഥ മരണത്തിനു മുൻപ് പലതവണ മരിക്കുന്നു. ആ വാക്കുകളുടെ ഒരു ആഴം നോക്കൂ. ശരിക്കും ഭയം നമ്മളെ ഓരോ നിമിഷവും മാനസികമായി കൊല്ലുകയാണ്. അത് നമ്മുടെ ഊർജ്ജം മുഴുവൻ ചോർത്തിക്കളയും, നമ്മുടെ സന്തോഷമില്ലാതാക്കും. ജീവിക്കുമ്പോൾ തന്നെ നമ്മളെ മരിപ്പിക്കുന്നൊരവസ്ഥയാണ് ഭയം. അപ്പോ ഭയത്തിന്റെ യഥാർത്ഥ കാരണമെന്താണ്? നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല അത്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്കീ ഭയമൊക്കെ തോന്നുന്നത്? ഇതിന്റെയെല്ലാം യഥാർത്ഥ കാരണമെന്താണ്? യോഗ തത്വചിന്ത നൽകുന്ന ഉത്തരം ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, എന്നാൽ വളരെ ലളിതമായ ഒന്നാണ്. പുരാതന ഗ്രന്ഥമായ ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു, ദ്വൈതത്തിൽ നിന്ന് ഭയമുണ്ടാകുന്നു. ഇതാണ് ഭയത്തിന്റെ യഥാർത്ഥ കാരണം. എന്താണ് ഈ ദ്വൈതം? വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ വേറെ, ഈ ലോകം വേറെ എന്ന ചിന്ത. ഈ വേർതിരിവിന്റെ തോന്നലാണ് എല്ലാ ഭയത്തിന്റെയും തുടക്കം. ഇനി എന്താണ് ഈ ദ്വൈതം എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാം. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓരോ തുരുത്തുകളെ പോലെയാണെന്ന് വിശ്വസിക്കുന്നതിനെയാണ് ദ്വൈതം എന്ന് പറയുന്നത്. അതായത്, ഞാൻ എന്നത് ഈ ലോകത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണെന്ന വിശ്വാസം. ഈ ഒരു വേർതിരിവിന്റെ തോന്നലാണ് എല്ലാ ഭയത്തിന്റെയും വിത്ത്. അപ്പോ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? നമുക്ക് സന്തോഷം തരുന്ന വസ്തുക്കളോടും വ്യക്തികളോടും നമ്മൾ കൂടുതൽ ഒട്ടിച്ചേരും, അല്ലേ? ഇതിനെയാണ് യോഗശാസ്ത്രത്തിൽ രാഗം അഥവാ ആസക്തി എന്ന് പറയുന്നത്. പ്രശ്നം ഇതാണ്, എന്തിനോടാണോ നമുക്ക് കൂടുതൽ ആസക്തി, അത് നഷ്ടപ്പെടുമോ എന്ന ഭയവും അത്രത്തോളം കൂടും. അത് പണമാകാം, ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം തന്നെ ആകാം. അപ്പൊ നോക്കൂ, ഇവിടെ ശരിക്കും 2 വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നാമത്തേത് ദ്വൈതത്തിന്റെ വഴി, അതായത് ഞാൻ വേറിട്ടവനാണ് എന്ന മിഥ്യാബോധം.
ഇത് നമ്മളെ ആസക്തിയിലേക്കും അവസാനം നിരന്തരമായ ഭയത്തിലേക്കും നയിക്കുന്നു. ഇനി രണ്ടാമത്തെ വഴിയോ? അത് അദ്വൈതത്തിന്റെ യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാം ഒന്നാണ് എന്ന തിരിച്ചറിവ്. ഇത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കും പൂർണ്ണമായ ഭയമില്ലായ്മയിലേക്കും കൊണ്ടെത്തിക്കുന്നു. അപ്പൊ നമുക്ക് ഭയത്തിന്റെ കാരണം മനസ്സിലായി. ഇനി ഭയമില്ലാതാക്കാൻ എന്തു ചെയ്യണം? ഇതിനെ കീഴടക്കാൻ പ്രായോഗികമായ വഴികളുണ്ടോ? ഭാഗ്യവശാൽ ഉണ്ട്. യോഗശാസ്ത്രം തന്നെ ഇതിനായി 4 വഴികൾ അല്ലെങ്കിൽ 4 ഉപകരണങ്ങൾ നമ്മുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോ ആ 4 വഴികൾ ഇവയാണ്. 1. വിപരീതങ്ങളുടെ രീതി. 2. ദൈവിക സാന്നിധ്യം അനുഭവിക്കുക. 3. ഭക്തിയുടെ പാത. 4. ആത്മാവിനെക്കുറിച്ചുള്ള ധ്യാനം. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വഴികളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ രീതിയാണ് പ്രതിപക്ഷഭാവന. ഇത് വളരെ ലളിതമായ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. അതായത് മനസ്സിൽ ഭയം എന്ന നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മൾ മനഃപൂർവ്വം അതിന്റെ വിപരീതമായ ധൈര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അയ്യോ എനിക്ക് പേടിയാകുന്നു എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കും എന്ന് സ്വയം പലതവണ ഉറപ്പിച്ചു പറയുക. പോസിറ്റീവ് ചിന്ത കൊണ്ട് നെഗറ്റീവിനെ മറികടക്കുക. ഇനി രണ്ടാമത്തെ വഴി, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പൂർണ്ണമായി തിരിച്ചറിയുക. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവീക ശക്തി, ഒരു ഉയർന്ന ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം ഒരു സംരക്ഷകനായി ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ ഒരൊറ്റ വിശ്വാസം മതി നിങ്ങളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയെ ഇല്ലാതാക്കാനും ഭയത്തെ അകറ്റി നിർത്താനും. മൂന്നാമത്തെ മാർഗം ഭക്തിയുടേതാണ്. അതായത് നിങ്ങളുടെ എല്ലാ ഭയങ്ങളും ഭാരങ്ങളും ഒരു പൂർണ്ണമായ സമർപ്പണത്തോടെ ഈശ്വരന് നൽകുക. പിന്നെ ഒന്നും കൊണ്ടും പേടിക്കേണ്ടതില്ല എന്ന വിശ്വാസത്തിലേക്ക് വരിക. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, പ്രഹ്ലാദനെയും മീരയും പോലെ. ആ പൂർണ്ണമായ സമർപ്പണം എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും എന്ന വിശ്വാസം ഭയത്തെ ഇല്ലാതാക്കും. ഇനി നാലാമത്തെ വഴി, ഇത് ഏറ്റവും ആഴത്തിലുള്ള ഒന്നാണ്. അത് ആത്മീയമായ തിരിച്ചറിവാണ്. ഞാൻ ഭയരഹിതനും സർവ്വവ്യാപിയുമായ ആത്മാവാകുന്നു, ഓം 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 എന്ന് ധ്യാനിക്കുക. അതിന്റെ കൂടെ ഈ ചോദ്യം സ്വയം ചോദിക്കുക: ആരെയാണ് ഭയപ്പെടേണ്ടത്? കാരണം എല്ലാം ഒന്നാണെങ്കിൽ, എല്ലാം നിങ്ങൾ തന്നെയാണെങ്കിൽ പിന്നെ അവിടെ ഭയപ്പെടാൻ മറ്റൊരാളില്ലല്ലോ. ഈ ഒരു ചിന്ത ഭയത്തിന്റെ വേരിനെ തന്നെയാണില്ലാതാക്കുന്നത്. അപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ വഴികളുടെയെല്ലാം അന്തിമ ലക്ഷ്യമെന്താണെന്നറിയാമോ? ധൈര്യത്തിൽ നിന്ന് യഥാർത്ഥ ഭയമില്ലായ്മയിലേക്കെത്തുക. അതായത് ഇടയ്ക്കിടെ കുറച്ചു ധൈര്യം സംഭരിക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് ഭയം എന്ന വികാരത്തിൽ നിന്ന് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടുന്നതിനെക്കുറിച്ചാണ്. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഭയം എന്നത് നമ്മൾ വേറിട്ട് നിൽക്കുന്നു എന്നൊരു തെറ്റായ ധാരണയിൽ നിന്നുണ്ടാകുന്ന ഒരു മിഥ്യാബോധം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഭയമില്ലായ്മയാണ് നമ്മുടെയെല്ലാം സ്വാഭാവികമായ അവസ്ഥ. ഭയം ഒരു പുറത്തുള്ള ശത്രുവല്ല, നമ്മുടെ ഉള്ളിലുള്ളൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ അടിസ്ഥാനപരമായി ഭയമില്ലാത്തവരാണ്. അത് തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ. അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം നിങ്ങൾ തന്നെയാണെങ്കിൽ പിന്നെ ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഇവിടെ ഭയപ്പെടാനുള്ളത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.